പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. ഈ UK വന്നിട്ട് പെട്ടുപോയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തിന് നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റുമോ അറിയത്തില്ല. എന്തിൻ്റെ ഗതികേടായിരുന്നു എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എൻ്റെ വിഷമം? പിന്നെ എന്താണ് അറിയില്ല. എൻ്റെ വൈഫ് ഭയങ്കര ഹാപ്പിയാണ്. എന്തോ ഒരു കാര്യമുണ്ട്. നമുക്കെന്നാ അവളോട് തന്നെ ചോദിക്കാം. എന്താണ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത്? ഞാൻ എന്തോ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? എനിക്കറിയാം, എന്നാലും നീ തന്നെ പറ. ഞാനിന്ന് വളരെ ഹാപ്പിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ജനുവരി 26 എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു റിപ്പബ്ലിക് ഡേ ആയിട്ട് ഇവളെന്താ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടെന്ന്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് മാത്രമല്ല, ഒബിയസ്ലി റിപ്പബ്ലിക് ഡേ നമ്മുടെ രാജ്യത്തിന് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ്. പക്ഷെ അതല്ലാതെ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ UK കാലുകുത്തിയ ഒരു ദിവസമാണ് ജനുവരി 25. അപ്പോൾ ഞാൻ സന്തോഷിക്കണ്ടേ? അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ദിവസം ഞാൻ അവിടെ നിന്ന് രാവിലെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം രാവിലെ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടിട്ട് പോയതും ഫ്ലൈ ചെയ്തതും. ഞാൻ ആക്ച്വലി 2021 ജൂലൈ 26 ആദ്യമായിട്ട് UK വരുന്നത്. ഇന്നത്തെ ദിവസം ഈ ഒരു സമയം ഏകദേശം ഞാനിവിടെ ഞാൻ വൈകുന്നേരമാണ് ലാൻഡ് ചെയ്യുന്നത്. എയർപോർട്ടിൽ ഏകദേശം ഒരു 3 മണി 2 മണിയൊക്കെ ആയപ്പോൾ എത്തിയെങ്കിലും വൈകുന്നേരമാണ് ഇവിടെ അക്കോമഡേഷനിലൊക്കെ എത്തുന്നത്. അപ്പം ഏകദേശം ആ ഒരു ടൈം ആവാറായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അത് നമുക്ക് മനസ്സിലോർക്കുമ്പം എപ്പോഴും സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ജനുവരി 26 എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറിയതും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തതും UK കാല് കുത്തിയതും പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു അച്ചീവ്മെൻറ്റിലെത്തിയ ഒരു ദിവസം, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം ഞാൻ സന്തോഷിക്കണോ? തീർച്ചയായിട്ടും. പെട്ടുപോയെന്ന് തോന്നുന്നില്ല. പെട്ടുപോയി ഗൈസ്, അത് വേറെ കാര്യം. അത് നമുക്കിനി വരുന്ന ഇതിൽ പറയാം. പെട്ടുപോയി എന്നുള്ളത് സത്യമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ UK ലൈഫിൽ 4 വർഷമായി. 4 വർഷം കൊണ്ട് നിങ്ങൾ വന്നിട്ട് 3.5 വർഷം അല്ലേ? കൊച്ചും നിങ്ങളും വന്നിട്ട് 3.5 വർഷമായി. ഞാൻ കറക്റ്റ് വന്നിട്ട് 4 വർഷം തികയാണ് ഇന്നത്തേക്ക്. അപ്പോൾ UK വന്നിട്ട് ഞാൻ 4 വർഷം കൊണ്ട് എന്താണ് നേടിയത്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഞാൻ UK ലൈഫിൽ ഹാപ്പിയാണോ, തിരിച്ചു പോകുന്നുണ്ടോ കേരളത്തിലേക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വെൽക്കം ടു ബ്രിറ്റ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശിഷ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവങ്ങൾ, UK അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഞങ്ങളുടെ ചെറിയ ട്രാവൽ വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈല്, ഷോപ്പിംഗ് വ്ളോഗ്സ്, ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിലെ കൊച്ചു നല്ല കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 വർഷത്തെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ UK ലൈഫിൽ വന്നിട്ട് നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പി ആണെന്ന് പറയാനും പറ്റില്ല, ഇല്ലാനും പറയാൻ പറ്റില്ല. പെട്ടുപോയിനും പറയാം, പെട്ടില്ലെന്നും പറയാം. രണ്ടിലും 50-50 എന്ന് പറയാം എനിക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ UK വന്നിട്ട് പെട്ടുപോയി എന്ന് തോന്നാനുള്ള കാരണം? പെട്ടുപോയെന്ന് തോന്നാനുള്ള കാരണം, നമ്മൾ നാട് വിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ലൈഫെല്ലാം നല്ല സൂപ്പറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നാലും നമ്മൾ ചിന്തിക്കും, ചില സാഹചര്യത്തിൽ നമുക്ക് നാട്ടിൽ പോയാൽ മതിയായിരുന്നു. നാട്ടിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കറങ്ങാമായിരുന്നു. ഇവിടും ഫ്രീ ആയിട്ട് കറങ്ങാം, അത് ഓക്കെയാണ്. എന്നാലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ വർക്കിംഗ് പാറ്റേൺസ് എല്ലാം നോക്കുമ്പോൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടെ. പക്ഷെ അതിൽ ഹാപ്പി ആയുള്ള കാര്യം പറഞ്ഞാൽ, നമുക്ക് വീക്കെൻഡ്സ് നമുക്ക് ഫ്രീ ആയി കിട്ടും, നാട്ടിലും ഫ്രീ ആയി കിട്ടും. എന്നാലും നമുക്കൊരു ലീവും കാര്യങ്ങളും സിക്ക് ലീവും എല്ലാം വെച്ച് നോക്കുമ്പോൾ, നാട്ടിലത്തെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം നമ്മൾ എപ്പോഴും നാട്ടിലത്തെ ഒരു ഭക്ഷണമാണ്. കാരണം നമുക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും വെളിയിൽ പോയാലും നല്ല ഫുഡ്, അടിപൊളി ഫുഡ്, നമുക്ക് വേണ്ടപ്പെട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കപ്പ ബിരിയാണിയും പൊറോട്ടയും ബീഫും എല്ലാം കിട്ടുന്നതായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എല്ലാ ലൊക്കേഷൻസിലും എല്ലാ സൈഡിലും UK അത് അവൈലബിൾ അല്ല. ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാറില്ലേ നിങ്ങൾക്ക്? അത് നീ ഉണ്ടാക്കുന്ന വല്ലപ്പോഴും അല്ല, അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ? അത് ശരിയാ ഗൈസ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് നാടിനെ പറ്റി ആലോചിക്കുമ്പോൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണല്ലോ.
അപ്പോൾ ഭക്ഷണം നമുക്ക് ഏറ്റവും ഞങ്ങൾ രണ്ടുപേരെ അപേക്ഷിച്ച് ഞങ്ങൾ കുറച്ച് ഫുഡീസാണ്. എടുത്തു പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വെജായാലും നോൺ വെജായാലും ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം പറ്റുന്ന തരത്തിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, വെജായാലും നോൺ വെജ് ആയാലും. പക്ഷെ നമ്മൾ നാട്ടിലത്തെ ഒരു ഇപ്പം നമുക്ക് കപ്പ ബിരിയാണി കഴിക്കണമല്ലോ, ഇപ്പം എനിക്ക് പൊറോട്ടയും ചിക്കനും വേണം, പൊറോട്ടയും ബീഫും വേണം എന്ന് പറയുമ്പോൾ ഓടിപ്പോയി കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റോ തട്ടുകടയോ നമുക്കിവിടെ അങ്ങനെ അവൈലബിൾ ആയ ഒരു സ്ഥലത്തല്ല. ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. നമുക്ക് ഈ ചില ഏരിയയിൽ, മാഞ്ചസ്റ്റർ ഏരിയയിൽ, ഹൗൺസ്ലോ, ലണ്ടൻ ഏരിയകളിലൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ്, ഇന്ത്യൻസിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഒന്നോ രണ്ടോ റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, പക്ഷെ നമുക്കവിടെ അങ്ങനെ കപ്പ ബിരിയാണി, നമ്മുടെ നാടൻ ഫുഡുകളൊന്നും, ബിരിയാണികൾ പലതരത്തിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനെ നാടൻ ഫുഡുകളായ നമ്മുടെ കപ്പ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടംപൊരി, ചായക്കട, തട്ടുകട, അങ്ങനത്തെ ഉള്ള പഴപ്പൊരി, അങ്ങനത്തെ ഉള്ള ഈവനിങ് സ്നാക്സുകളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യണം. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഫ്രോസൺ മേടിച്ച് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ പെട്ടുപോയി എന്ന് ഇതാക്കുന്ന കാര്യത്തിൽ നമ്പർ 1 ആണ് ഫുഡ് വിട്ടൊരു കളിയില്ല മക്കളെ. അപ്പോൾ ഫുഡ് എപ്പോഴും ഒരു വിഷമം മിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അയ്യോ, നാട്ടിലായിരുന്നെങ്കിൽ നല്ല മഴ പെയ്യുന്നു, നല്ല തണുപ്പ്, ഓടിപ്പോയി തട്ടുകടയിൽ പോയൊരു പഴംപൊരി, ഉള്ളിവട, പുണ്ടമ്പൊരി ഒക്കെ കഴിക്കാന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അയ്യോ, നാട്ടിലായിരുന്നേ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന്. പിന്നെ നമ്മൾ UK വന്നിട്ട് നമുക്ക് പെട്ടുപോയി എന്ന് തോന്നുന്ന രണ്ടാമത്തെ ഒരു കാര്യം പറയേണ്ടത് ഹെൽത്ത് സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഹെൽത്ത് സിസ്റ്റമേ ഇവിടെയല്ല. ഇപ്പം നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം, നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും കൺസേൺ ആണ്, നമുക്ക് ഓടിപ്പോയി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമോ, ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ആ മിനിറ്റിൽ നമ്മളെ പരിശോധിച്ച് കൂടിപ്പോയ ഒരു മാക്സിമം 1 hour 2 hours വെയിറ്റ് ചെയ്യേണ്ടി വരും, ആയിരിക്കുമല്ലേ മാക്സിമം പോയാൽ. അത്ര വലിയ നാട്ടിൽ അത്രയും വേണ്ടാനാ എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു മാക്സിമം ഒരു ടോക്കൺ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 hour 1.5 hour 1.5 hourനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമേ അല്ല. നമുക്കൊരു അസുഖം വന്നു, നമ്മൾ ആദ്യം GPനെ വിളിക്കാൻ ശ്രമിക്കുന്നു, ഒരു 4-5 മണിക്കൂർ GPനെ വിളിച്ച് കിട്ടിയിട്ട് ഇപ്പോൾ GP പറയും പാരസെറ്റമോൾ വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ അത് കഴിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മോൾക്ക് പനി വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. ഇപ്പോഴല്ല, ഒരു 2 years ബാക്കാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഹോസ്പിറ്റലിൽ പോയത്. ദൈവം അനുഗ്രഹിച്ച ആ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ, ഞാൻ അവളെയും കൊണ്ട് പോയി. 40 ഡിഗ്രിയിൽ ഫീവർ. ഞാൻ ഇവിടുന്ന് പാരസെറ്റമോൾ കൊടുത്തിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴും അവരോട് ഇങ്ങനെ കൺസേൺ പറഞ്ഞപ്പോഴും എന്നോട്, ഞാൻ 8 hours വെയിറ്റ് ചെയ്തു ആ ഒരു ടെമ്പറേച്ചറും വെച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട്. എല്ലാം കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പം എനിക്ക് ആൻറ്റിബയോട്ടിക് കിട്ടും കുഞ്ഞിന്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചുമയും പനിയൊക്കെ അങ്ങ് മാറും. കാരണം 2 ദിവസമായി പനി തുടങ്ങി, നമുക്ക് വൈറലായിരുന്നു, അപ്പോൾ മാറുന്നില്ല, ടെൻഷനായി, ചുമ തുടങ്ങി, കഫക്കെട്ട്, അങ്ങനെ എല്ലാം തുടങ്ങി. ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ പ്രതീക്ഷിക്കുക ഡോക്ടർ ഇപ്പം തരും, ഇപ്പം മരുന്ന് എഴുതി എനിക്ക് തരും, സന്തോഷത്തോടെ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറയാണ്, ഇവിടുന്ന് നേഴ്സിനോട് പറയാം പാരസെറ്റമോൾ സിറപ്പ് തരാൻ, എന്നിട്ട് പിന്നെ കാൽപോൾ മേടിച്ചാൽ മതി, അവിടുന്ന് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഡോക്ടറോട് എടുത്ത് ചോദിച്ചു, കഫക്കെട്ട് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, ചുമ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, ആൻറ്റിബയോട്ടിക്? നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമേ ഇല്ല, അത് നിങ്ങളിവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരണം, നമ്മൾ ആൻറ്റിബയോട്ടിക് ഒന്നും അതിന് വേണ്ടി പ്രിസ്ക്രൈബ്, ചെസ്റ്റ് ഇസ് ക്ലിയർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 7-8 മണിക്കൂറിൽ ANEയിൽ പോയി കുത്തിയിരുന്ന് അവസാനം ഗതികെട്ട് വീട്ടിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഹെൽത്ത് സിസ്റ്റം നമ്മുടെ നാടിനെ കമ്പയർ വെച്ചിട്ട് വളരെ മോശമാണെന്ന് തന്നെ പറയാം. വളരെ മോശമാണ്. എല്ലാം ഫ്രീ ആണ് കേട്ടോ, ബെഡ് ഫ്രീ ആണ്, ചികിത്സ ഫ്രീ ആണ്. എത്ര വലിയ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും, ഇപ്പം ക്യാൻസറിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ പിള്ളേരുടെ ഇഞ്ചക്ഷനും വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളും എല്ലാം ഫ്രീ ആണ് NHSൽ. പക്ഷേ നമ്മൾ ഭയങ്കര ഡിലേ ആണ്, വെയിറ്റ് ചെയ്ത് നമ്മളെ കൊല്ലും അവർ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു UKയിൽ ഒരു നെഗറ്റിവിറ്റിയാണ്. പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ ക്ലൈമറ്റ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ വിചാരിച്ച് ഒരു കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ ഇവിടെ വർഷത്തിൽ എനിക്ക് ആകെപ്പാട് കിട്ടിയ ഒരു സന്തോഷമുള്ളത് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റുമാണ്. ആ ഒരു സമയത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് സണ്ണി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലാത്ത ദിവസങ്ങളുടെ ഇന്നത്തെ ഇപ്പോൾ കാലാവസ്ഥ കൊണ്ടോ നല്ലൊരു ചെറിയ ചാറ്റമഴയാണെങ്കിലും മൊത്തം മൂടലാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണ്, ആക്ച്വലി വിൻ്റർ സീസൺ ആണ് ഇപ്പോൾ ഇവിടെ.
വിൻ്റർ ഏകദേശം കഴിയാനാവുന്നു. ഇനിയിപ്പോൾ ഒരു മാർച്ച് എൻഡോടുകൂടി വിൻ്ററൊക്കെ തീരും എന്ന് വിചാരിക്കുന്നു. സമ്മർ ആവാൻ തുടങ്ങും. അപ്പം നമുക്ക് സന്തോഷമാവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ സമ്മർ സീസൺ മാത്രമേ ഉള്ളൂ. സമ്മർ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു വലിയ ഇതൊന്നും ഇല്ല. എന്നാലും ലാസ്റ്റ് ഇയർ സമ്മർ വളരെ കുറച്ച് സണ്ണി വെയിലൊക്കെ വന്നത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടോ, നമ്മളിപ്പോൾ ഹീറ്റിംഗ് ഒക്കെ ഇട്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യാത്തത്. 5 ഡിഗ്രി 6 ഡിഗ്രിയൊക്കെ ഉള്ളൂ ടെമ്പറേച്ചർ പുറത്ത്. എപ്പോഴും ഒരു പന്ന മഴ എന്ന് നമുക്ക് പറയാം. ഈ നാട്ടിലെ ചാറിക്കൊണ്ടിരിക്കുന്ന ഒരു മഴ. അപ്പം നമുക്ക് ക്ലൈമറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങൾ ഈ 4 വർഷം ആയെങ്കിലും ഇതുവരെ ഞങ്ങൾ ക്ലൈമറ്റിനോട് തീരെ ഹാപ്പി അല്ല. പിന്നെ നമ്മൾ UK വന്നിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചൊരു വീട് വാങ്ങിക്കാൻ പറ്റി. ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക് യാർഡൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും നമ്മൾ നേടിയെന്ന് പറയാൻ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീട് മേടിക്കാൻ പറ്റിയത്. വീട് മേടിച്ചിട്ട് ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 2023 ഡിസംബർ 1 അല്ലേ? യെസ്, ഡിസംബർ ഡിസംബർ 1 നമുക്ക് 23. വീടിൻ്റെ കീ കിട്ടിയത്. ഇപ്പോൾ 2024 കഴിഞ്ഞപ്പോൾ നമുക്ക് 1 വർഷമായി. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കറക്റ്റ് 3 വർഷം ആയപ്പോഴത്തേക്കും നമുക്ക് വീട് മേടിക്കാൻ പറ്റി. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ദൈവം അനുഗ്രഹിച്ച് നമുക്കതിന് പറ്റി. അത്യാവശ്യം നല്ലൊരു വീടാണ്. 3 ബെഡ്റൂം വീടാണ്. നല്ല ലൊക്കേഷനാണ്. മെയിൻ റോഡാണ്. ബസ് റൂട്ടാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. കുഞ്ഞിൻ്റെ സ്കൂളാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സമ്മറിലൊക്കെ അവർക്ക് നടന്നു പോകാൻ പറ്റും. അപ്പം അത്രയും എല്ലാ അമ്യൂണിറ്റീസും അടുത്ത് വന്ന് നമുക്ക് ഷോപ്പിംഗ് മാർക്കറ്റ് ഉണ്ട്. തൊട്ടടുത്ത് നമുക്ക് ലിഡിലുണ്ട് സൂപ്പർ മാർക്കറ്റ്. വാക്കിംഗ് ഡിസ്റ്റൻസിൽ മോറിസൺ ഉണ്ട്. ഒരു വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് എല്ലാ ആക്സസും അവൈലബിൾ ആണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഒരുപാട് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് വീട് കിട്ടുക എന്ന് തന്നെ ഉള്ളത്. അത് 3 വർഷത്തിനുള്ളിൽ നമ്മൾ വീട് മേടിച്ചു എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം വേറൊരു രാജ്യത്ത് വന്നിട്ട് നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുക, വീട് മേടിക്കാൻ പറ്റുക, അതൊക്കെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞങ്ങൾ. അപ്പം അത് നമുക്ക് പറ്റി. പിന്നെ നമുക്ക് വണ്ടി എല്ലാവരും മേടിക്കുന്നതാണ്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ വണ്ടി മേടിച്ചു. സത്യം പറഞ്ഞത് നമ്മളെ 3ാമത്തെ വണ്ടിയല്ലേ വണ്ടി. നമ്മൾ 3ാമത്തെ വണ്ടി. നമ്മൾ ആദ്യം ചെറിയൊരു വണ്ടി എടുത്തായിരുന്നു. പിന്നെ നമ്മൾ അത് മാറ്റി അതിന് ചെറിയൊരു ഇതൊക്കെ പണികളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ നമ്മളത് മാറ്റി. പിന്നെ നമ്മൾ വേറൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്തു. അതിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പം അത് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വണ്ടി മാറ്റി ഇച്ചിരിയുടെ വലിയ വണ്ടി എടുത്തു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു വണ്ടി എടുക്കാനും ഞങ്ങൾക്ക് പറ്റി. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് UK വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അച്ചീവ് ചെയ്തത്, എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയ ഒരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് UK വന്ന് എടുത്തപ്പം. ഞാൻ നാട്ടിൽ ലൈസൻസ് എടുത്തിട്ടാണ് വന്നെങ്കിൽ ഞാൻ അങ്ങനെ ഓടിച്ചിട്ടൊന്നുമില്ല ഒരുപാട് ദൂരമൊന്നും. മീൻസ് അതിനുള്ളൊരു അവസരം കിട്ടിയില്ലെന്ന് പറയാം. UK വരുന്നു എന്ന് പറഞ്ഞപ്പം ഓടിപ്പോയി 2-3 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ഒരു വ്യക്തിയാണ്. 2 വീലർ ഓടിക്കുമായിരുന്നു, അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട്. പക്ഷേ 4 വീലർ ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് ടൈം എടുത്തു പഠിക്കാനായിട്ട്. പക്ഷേ പഠിക്കാനും ഫസ്റ്റ് ഇതിൽ കിട്ടിയില്ല, എന്നാലും 2ാമത്തെ ഇതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി ഓടിച്ച് സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയും കുഞ്ഞിനെ വിടാനും ഒക്കെ പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടിയ ഒരു കാര്യമാണ്. എനിക്ക് ഫസ്റ്റ് ദിവസം ആശയും കൂടെ ഇല്ലാതെ ഡ്രൈവിംഗ് ചെയ്ത് പോയ അന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഒരു ദിവസമായിരുന്നു. കാരണം എനിക്കിതൊന്നും എൻ്റെ ലൈഫിൽ സാധാരണ കുടുംബത്തിൽ വളർന്ന് സാധാരണ ഒരു പെൺകുട്ടിയെ വളർന്ന് വന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ അതൊന്നും ജീവിത സാഹചര്യം കൊണ്ട് നടന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ UK വന്ന് ഇതൊക്കെ നേടുമ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു കോൺഫിഡൻറ്റ് തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഞങ്ങൾ ഒരിക്കലും UK പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും അവിടെ വീട് മേടിക്കുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ലല്ലോ. നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ? വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ വരുമെന്ന് കാരണം നമ്മൾ അന്നത്തെ കാലത്തൊന്നും തിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഇനീഷ്യലി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ആഗ്രഹം വരിക, ഇങ്ങനെ കുറച്ച് കാലം ഇവിടെ നിൽക്കുക, തിരിച്ചു പോവുക. പക്ഷേ ഇത്രയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ദൈവസഹായം കൊണ്ട്
ഇവിടെ ഈ നാട്ടിൽ ഒരു വീട് മേടിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക ഞങ്ങളൊന്നും തിങ്ക് പോലും ചെയ്തിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. യു കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വെറും ഒരു സഡനായ ഒരു പ്ലാൻ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ കാനഡയ്ക്ക് പോകാനുള്ള അങ്ങനെ അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അങ്കിളാണ് ഇൻസ്പയർ ആയത്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അങ്ങനെ നമ്മൾ സഡനായിട്ടൊരു തീരുമാനമായിരുന്നു. അങ്ങനെ ഓടിപ്പോയി OETക്ക് ജോയിൻ ചെയ്യുന്നു, 4-5 മാസം OETയുടെ പുറകെ നടക്കുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നെ യു കെ വരികയാണ്. ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ജോലി ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ തിരിച്ചു പോകാം. ഒരിക്കലും ഇങ്ങനെ ഇവിടെ വീട് മേടിക്കാൻ പറ്റുമെന്നൊന്നും പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ റെൻ്റൊക്കെ ഒരുപാട് അടയ്ക്കുന്നത്. മാസം 1 ലക്ഷം 1.5 ലക്ഷം നമ്മൾ എടുക്കുന്ന വീടിൻ്റെ അനുസരിച്ച്. അപ്പോൾ വീട് മേടിക്കുന്നതാണ് ബെറ്റർ എന്നുള്ള എല്ലാവരുടെയും ചോയ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമ്മളത് വീട് മേടിച്ചു. അങ്ങനെ ഓരോരോ ഇതിലൂടെ നമ്മൾ കടന്നുപോയി പഠിച്ച് അന്വേഷിച്ച് ഇതൊക്കെ നടത്തിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇനി യു കെ തന്നെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ നിമിഷം വരെ അറിയത്തില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെ ഒരു കയ്യിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു നിമിഷം വരെ നമുക്ക് ഇങ്ങനെയൊന്ന് സംസാരിക്കാനും ഇതൊക്കെ തന്നത് നമ്മൾ യു കെ വന്നതിന് ശേഷം ആ ഒരു കോൺഫിഡൻസ് ആണെന്ന് തന്നെ പറയാം നമുക്ക്. നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് തന്നെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും അയ്യോ ഞങ്ങൾ യു കെ പോയിട്ട് നമുക്ക് ഇതിനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ലോൺ എടുത്താണ് പോകുന്നത്, എനിക്ക് വീട് മേടിക്കാൻ പറ്റുമോ, എനിക്ക് വണ്ടി മേടിക്കാൻ പറ്റുമോ, ലോൺ അടച്ചു തീർക്കാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾക്കെല്ലാം പറ്റും. ഞാനും ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന് സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് ജനിച്ച് വളർന്ന ഒരു കൊച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും അതെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം ഞങ്ങൾക്കിത് പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പറ്റും. പക്ഷെ നമ്മുടെ ഒരിതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തിനെങ്കിലും ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം വെച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് എക്സാമുകൾ എഴുതുക. റിക്രൂട്ട്മെൻറ്റുകളെല്ലാം അവർ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഓൾറെഡി റിക്രൂട്ട്മെൻറ്റൊക്കെ വെയിൽസിലൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ OET IELTS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായി ശ്രമിച്ച് പാസ്സാവാൻ ശ്രമിച്ച് പിന്നെ അതിൻ്റേതായ പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് NMC പ്രൊസീജിയറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് വരാനായിട്ട് ശ്രമിക്കുക. ഏത് കൺട്രിയിലേക്ക് പോകുന്നവരാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ എനിക്കിത് പറ്റും. അപ്പോൾ നമ്മളൊരു നേഴ്സാണ്. നമ്മൾ ഈ ലോകത്തിലെ എല്ലായിടത്തും നേഴ്സുമാരുണ്ട്, എല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. നിങ്ങൾക്ക് പറ്റും ഒരു നേഴ്സായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ സങ്കടത്തിൽ അവരുടെ കൂടെ നിൽക്കുവാനും അവരെ ചികിത്സിക്കാനും. അപ്പോൾ നമ്മൾ നോക്കുന്ന പേഷ്യൻസിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ ബ്ലെസ്സിങ്സ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഫാമിലീൻ്റെയും എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളോട് നമുക്ക് ചോദിച്ചാലോ, പുള്ളി ഹാപ്പിയാണോ എന്ന്? പൊന്നൂസ് യു കെ വന്നിട്ട് ഹാപ്പിയാണോ? യെസ്. അവിടെ നോക്കി പറ, പൊന്നൂസ് ഹാപ്പിയാണോ? പൊന്നൂസിന് ഇന്ത്യ തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അയ്യോ, ഇന്ത്യ തിരിച്ചു പോകണ്ടേ? അയ്യോ, ആ പൊന്നൂസ് ഹാപ്പി ആവുന്ന എവിടെയാ? വീട്ടിലിരിക്കുമ്പോഴാണോ സ്കൂളിൽ പോകുമ്പോഴാണോ ഹാപ്പി ആവുന്നത്? സ്കൂളിൽ പോകുമ്പോൾ. പൊന്നൂസിന് സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം അവധിയാണെങ്കിൽ പൊന്നൂസ് പറയും ഇന്ന് എന്നെ സ്കൂളിൽ കൊണ്ടുവിടും, എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് പൊന്നൂസ് ആദ്യമൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഇപ്പം പൊന്നൂസ് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പൊന്നൂസ് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. വീടും സ്കൂളും ഒക്കെ ആയിട്ട് പൊന്നൂസ് അടിപൊളിയായിട്ട് പോകുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തണുപ്പ്. പക്ഷെ അവൾക്ക് തണുപ്പൊന്നും യാതൊരു ഫീൽ ചെയ്യില്ല. അവൾ എന്നോട് എപ്പോഴും പറയുന്നത് മമ്മിക്കാണ് എപ്പോഴും തണുപ്പെന്ന്. പൊന്നൂസ് എന്തായാലും ഹാപ്പിയാണ്. അപ്പം ഞങ്ങളും ദൈവം അനുഗ്രഹിച്ച് ഇതുവരെയുള്ള ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ ഇവിടെ യു കെയിൽ ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സേ ബൈ.